നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. തലശ്ശേരിയിൽ MVI ചമഞ്ഞ് ഓട്ടോ ഡ്രൈവറുടെ സ്വർണ്ണമോതിരം തട്ടിയെടുത്തു. പുന്നൂൽ ആച്ചുകുളങ്ങര ത്രയംബകം വീട്ടിൽ താമസക്കാരനായിരുന്ന KC സദാനന്ദന്റെ കയ്യിൽ അണിഞ്ഞ 3/4 പവനോളം വരുന്ന സ്വർണ്ണമോതിരമാണ് സന്തോഷ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയയാൾ തട്ടിയെടുത്തത്. തലശ്ശേരിയിൽ MVI ചമഞ്ഞ് ഓട്ടോ ഡ്രൈവറുടെ സ്വർണ്ണമോതിരം തട്ടിയെടുത്തതായി പരാതി. പുന്നൂൽ ആച്ചുകുളങ്ങര ത്രയംബകം വീട്ടിൽ താമസിക്കുന്ന KC സദാനന്ദന്റെ കയ്യിൽ അണിഞ്ഞ 3/4 പവനോളം വരുന്ന സ്വർണ്ണമോതിരമാണ് സന്തോഷ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയാൽ തട്ടിയെടുത്തത്. 2-ാം തീയതി ഉച്ചയായിട്ടുണ്ടോ 2 മണിക്ക് അയാള് റെയിൽവേ സ്റ്റേഷൻ 2-ാം പ്ലാറ്റ്ഫോമിൽ പോകണമെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറി. എൻ്റെ ഭാര്യ റെയിൽവേയിലാണ് പറഞ്ഞ് കുറച്ച് നേരം അവിടെ വെയിറ്റ് ഞാൻ ഓളെയും കൂട്ടിയിട്ട് വരുന്നതെന്നും പറഞ്ഞിട്ട് വണ്ടിയിൽ കയറി. 2:14 ആയപ്പം ഓട്ടോറിക്ഷ അവിടെ നിർത്തി. അവിടുത്തെ CCTV ക്യാമറ എൻ്റെ മുന്നിൽ തന്നെ ആയതുകൊണ്ട് ആ ക്യാമറ പരിശോധിച്ചപ്പോൾ ഇവനെ കണ്ടു. എന്ത് പറഞ്ഞിട്ടാ മോതിരം മേടിച്ചത്? അത് നല്ല ഷേപ്പാണല്ലോ, ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ കൈ കാണിച്ചിട്ടും പറഞ്ഞു അത് ശരിയാകുന്നില്ല, കിട്ടുന്നില്ല എന്ന്. ഒന്ന് ഊരി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ഊരി വാങ്ങി കുറച്ച് നേരം തിരിച്ചും മറിച്ചെല്ലാം നോക്കി. ഞാൻ MVI ആണ്, ഇപ്പം തലശ്ശേരി ചാർജ് എടുത്തേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ അപ്പം മോതിരം എൻ്റെ കയ്യിലാക്കി. ഞാൻ ഭാര്യനെ കൂട്ടിയിട്ട് വരുന്നതെന്നും പറഞ്ഞ് ഇറങ്ങി നടന്നു സ്റ്റേഷനിലേക്ക്. കഴിഞ്ഞ ദിവസം തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടം വിളിച്ചയാൾ തന്റെ പേര് സന്തോഷ് ആണെന്നും തലശ്ശേരി MVI ആണെന്നും തന്റെ ഭാര്യ റെയിൽവേ ജീവനക്കാരിയാണെന്നും പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത്. മോതിരം നല്ല ഡിസൈനിൽ ഉള്ളതാണെന്നും അത് തന്റെ ഭാര്യയ്ക്ക് കാട്ടിക്കൊടുത്ത് തിരിച്ചു കൊണ്ടുതരാമെന്നും സദാനന്ദനോട് ഇയാൾ പറഞ്ഞു. ഇതിന്റെ ഫോട്ടോ എടുത്തുകൂടെ എന്ന് സദാനന്ദൻ ചോദിച്ചപ്പോൾ ഫോട്ടോയിൽ ക്ലിയർ അല്ലെന്നും പറഞ്ഞാണ് കയ്യിൽ നിന്ന് മോതിരം ഊരി വാങ്ങിയതത്രേ. സംശയം തോന്നാതിരിക്കാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മൊബൈൽ ഫോൺ സദാനന്ദന് നൽകിയിരുന്നു. അതോടൊപ്പം പുതിയ ഒരു ബാഗും ഓട്ടോയുടെ പിൻസീറ്റിൽ സൂക്ഷിച്ചിരുന്നു. കൂടാതെ RTO MVI സന്തോഷ് എന്ന കുറിപ്പും എഴുതി നൽകിയുണ്ടായി. വണ്ടിയിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്കെന്ന് പറഞ്ഞയാൾ ഏറെ നേരം കാത്തു നിന്നിട്ടും തിരിച്ചു വരാത്തതിനെ തുടർന്ന് താൻ കബളിക്കപ്പെട്ട വിവരം സദാനന്ദന് മനസ്സിലായത്. ഉടൻ തലശ്ശേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചപ്പോൾ അതിൽ സിം കാർഡ് ഇല്ലെന്ന് വ്യക്തമായി. സീറ്റിൽ സൂക്ഷിച്ച ബാഗ് പുതിയതാണെങ്കിലും അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സമഗ്ര ന്യൂസ്, പാനൂർ.